മുറ്റം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു വീടിനെ തിരിച്ചു വെച്ചിട്ട് മുറ്റമുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് പറയാൻ പോണത്. നമ്മൾ ഫിസിക്കലായിട്ട് വീട് തിരിച്ചു വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. പഴയ വീടിന്റെ സിറ്റ് ഔട്ട് ചെറുതായിരുന്നു. അത് തുറക്കുന്നത് ഈ മതിലിന് നേരെയായിരുന്നു. ആ സിറ്റ് ഔട്ടിനെ പഴയ ഡൈനിങ് ആൻഡ് ലിവിംഗ് റൂമിലേക്ക് ചേർത്ത്, അത് കൂടാതെ പ്രൈവസി ഉള്ള ഒരു ഡ്രോയിങ് റൂം അത് പഴയ ബെഡ്റൂമിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതും കഴിഞ്ഞിട്ട് പുതിയതായിട്ടൊരു സിറ്റ് ഔട്ട് ഉണ്ടാക്കി. അതാണെങ്കിൽ മുറ്റമുള്ള ഭാഗത്താണ്. അങ്ങനെ വീടിന് ധാരാളമായിട്ട് മുറ്റമുള്ളൊരു ഫീല് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. ശരിക്കും പഴയ വീടിന് പുതിയ മുഖമെന്ന റിപ്പയർ കൊച്ചിയുടെ ടാഗ് ലൈൻ അതിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റിനോവേഷൻ എപ്പോഴും ചലഞ്ചസ് ഉള്ളതായിരിക്കും. ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറായ മേഘയ്ക്ക് അങ്ങനെയുള്ള ചലഞ്ചസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. മേഘ, ജനറലി റിനോവേഷനിലെ ചലഞ്ചസ് എന്തെല്ലാം? അദ്ദേഹം NRA കസ്റ്റമറാണ്. അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഡിസിഷൻസ് എല്ലാം സ്ട്രീംലൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ടതായി തോന്നിയത്. വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും തോന്നിയില്ല. റിപ്പയർ കൊച്ചി ഓഫീസിൽ നിന്ന് നന്നായിട്ട് സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു. ഡ്രോയിങ്സും എല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരുമായിരുന്നു. കൃത്യമായ SOP, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഓഫീസിൻ്റെ ട്രെയിനിങ് സെഷനിൽ ഇതൊക്കെ തമാശയായിട്ട് തോന്നും, പക്ഷേ സൈറ്റിൽ വരുമ്പോൾ ഇതെല്ലാം വളരെ പ്രയോജനമായിട്ട് തോന്നും. പ്ലാനിങ്ങിനെ കുറിച്ച് ആർക്കിടെക്ട് പറയട്ടെ. ഇപ്പോൾ ധാരാളം മുറ്റമുള്ള ഈ ഭാഗത്തേക്ക് വരുന്ന ഈ സിറ്റ് ഔട്ട് ഇത് നമ്മൾ പുതിയതായിട്ട് എടുത്തതാണ്. നേരത്തെ അപ്പുറത്തെ ചെറിയ സിറ്റ് ഔട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടിലേക്കും ആ സിറ്റ് ഔട്ടിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു ഫീലുള്ളൊരു സ്പേസ്, മുകളിൽ നമ്മൾ പർഗോളയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും മാറിയൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാണുന്നത് ഇപ്പോഴത്തെ ഡ്രോയിങ് റൂമാണ്. ഒരു ഡ്രോയിങ് റൂം എന്നുള്ള രീതിയിൽ അതിന് അത്യാവശ്യമായിട്ട് വലിപ്പമൊക്കെ ഉണ്ട്, പ്രൈവസി ഉണ്ട്. ഈ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ ഡൈനിങ് റൂമിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ ഒന്നും കാണാൻ പറ്റില്ല. നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ ഇതൊരു ബെഡ്റൂമായിരുന്നു. ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഇത് ചെറുതായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം, അതായത് ചെറിയ ബെഡ്റൂം പക്ഷേ നല്ല ഡ്രോയിങ് റൂം, ആ ഒരു ട്രാൻസിഷനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ വലിയ ഡോറൊക്കെ കൊടുത്ത് ഒരു നല്ല ഭംഗിയുള്ളൊരു ഫീല് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഒരു 2 ബെഡ്റൂം ഹൗസിനെ കൂടുതൽ വിശാലതയുള്ളൊരു 3 ബെഡ്റൂം ഹൗസ് ആക്കിയതാണ് ഇവിടുത്തെ പ്ലാനിങ് എന്ന് പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റും. ദേവാശിഷ ആ സ്റ്റെയർ കേസിൻ്റെ മാറ്റം വിശദീകരിക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരാം. മുമ്പ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ഇവിടെ ഒരു സ്റ്റെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും നമ്മൾ മിഡ് ഫ്ലോറിലേക്ക് ഒരു ബെഡ്റൂം വരികയും അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയറിനെ ഒരു രസകരമായ രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്. പണ്ട് മിഡ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് വെളിയിൽ നിന്നൊരു സ്റ്റെയർ കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുകയും മിഡ് ഫ്ലോറിലേക്ക് പുതിയ സ്റ്റെയർ കേസ് വരികയും അവിടെ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു ടോയ്ലറ്റ് കൊടുക്കുകയും അവിടെയാണ് നമ്മൾ പുതിയ സ്റ്റെയർ കേസ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുകയായിരുന്നു. ഇത്ര ഏരിയയിലായിരുന്നു പഴയ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളത് 2 പാർട്ടായിട്ട് മാറ്റി രസകരമായ പുതിയ രീതിയിലിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെയർ കേസ് പുതിയ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ GA ഷീറ്റിൽ CNC കട്ടിങ് വഴിയാണ് നമ്മൾ ഒരു രസകരമായ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിരുന്നു പഴയ ഡോറ്. ഈ ടോൾ യൂണിറ്റ് അപ്പുറത്തിരുന്നതാണ്. ഡോറ് മാറ്റി ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ടോൾ യൂണിറ്റ് അതോടൊപ്പം ഷിഫ്റ്റ് ചെയ്ത് മാറ്റി. ഇവിടെ ഇരിക്കുന്ന 80% ക്യാബിനറ്റ്സ് നമ്മൾ റീയൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ പുതിയത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അടുക്കളയുടെ ഡോർ ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ബെഡ്റൂം ഈ സിറ്റ് ഔട്ടിൻ്റെ ഒപ്പം നീട്ടിയതാണ്. നേരത്തെ ചെറിയ ബെഡ്റൂമായിരുന്നു. ആ ചെറിയ ബെഡ്റൂമിന് അവിടെ വലിയൊരു വാൾ ഉണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം
അപ്പുറത്തെ റൂമിന് ഒരു ടോയ്ലറ്റ് അതിനകത്ത് നിന്ന് എടുക്കുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് നല്ല വലുപ്പത്തിലുള്ളൊരു റൂമായിട്ട് കൺവേർട്ട് ചെയ്തെടുത്താണ്. ഇതിൽ സ്ട്രക്ചറലായിട്ട് നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഇരുന്നു സെപ്റ്റി ടാങ്ക്. ഇപ്പോൾ ആ സെപ്റ്റി ടാങ്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ആ സെപ്റ്റി ടാങ്ക് നിന്നിരുന്ന ഭാഗത്ത് ചിലപ്പോൾ മണ്ണിടിഞ്ഞു പോയിട്ട് സ്ട്രക്ചറിന് ഒരു കംപ്ലൈൻറ്റ് വരുമെന്ന് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2 വാൾസിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് ബിൽഡിങ്ങിൽ നിന്ന് മാറിയിട്ടാണ് പില്ലർ കൊടുത്തിരിക്കുന്നത്. ആ പില്ലറിലേക്ക് കണക്ട് ചെയ്തതിൻ്റെ ഒരു ബീമാണ് ഈ കാണുന്നത്. അതിനെ നമ്മളൊരു ഭംഗിയിൽ ഒരു ഡിസൈൻ എലമെൻ്റ് ആക്കി മാറ്റി ആ ഒരു ബീമുള്ളതുകൊണ്ട് അവിടെ ചെടി വയ്ക്കാനുള്ള ഒരു ഫീലും ഈ കോർട്ട്യാർഡിനെ ഒരു ഷേപ്പ് തിരിക്കാനുള്ള ഒരു പർപ്പസിൽ അതിനെ ഫീൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ മെമ്പറാണ്. നമ്മൾ ഉള്ളിൽ നിന്ന് മിഡ് ലാൻഡിങ്ങിലൊരു ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞു. ആ ബെഡ്റൂമിൻ്റെ ഡോർ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ വീട്ടിൽ നിന്നും മിഡ് ലാൻഡിങ്ങിൻ്റെ ലെവലിലുള്ള ഈ റൂമിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പഴയ ഈ ഡോർ ക്ലോസ് ചെയ്യുകയും താഴെ നിന്ന് പുതിയ സ്റ്റെയർ ഉണ്ടാക്കുകയും ചെയ്ത് സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാർപോർച്ചാണ്. കാർപോർച്ചുമാണ്, ബാൽക്കണിയുമാണ്. നോക്കിയാൽ അവിടെ മുതൽ റൂഫ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ താഴെ കാർപോർച്ചിൽ വെള്ളം വീഴാതിരിക്കാനായിട്ട് ഇവിടെ പോളികാർബണേറ്റിൻ്റെ റൂഫും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് കോർട്ട്യാർഡിനും അതുപോലെ ഒരു പോളികാർബണേറ്റ് റൂഫിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതി ഇവിടുത്തെ പ്ലംബിങ്ങിലൊരു പ്രാധാന്യപ്പെട്ട കാര്യം ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ടോയ്ലറ്റ് വരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ടോയ്ലറ്റിന് നമ്മൾ പ്ലംബിംഗ് ലൈനൊക്കെ താഴെ കൂടെ എടുക്കും. ഫസ്റ്റ് ഫ്ലോറിലെ ടോയ്ലറ്റിന് നമ്മളത് എന്ത് ചെയ്യും? അത് നമ്മൾ ഈ ഫ്ലോറിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് അതിനൊരു പാക്കിംഗ് ഒക്കെ കൊടുത്ത് രസകരമായിട്ടുള്ള രീതിയിൽ ഒരു സീറ്റ് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് കൂടാതെയും ഈ വീട്ടിൽ ഇലക്ട്രിക്കലിൽ നമ്മൾ എല്ലാ ടോയ്ലറ്റിലും ആൾ അകത്ത് കയറുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവുന്ന രീതിയിൽ സെൻസർ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് അല്ല എങ്കിൽ പോലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലിൽ ഉള്ള ലൈറ്റിങ് അല്ലാതെയും പലതരത്തിലുള്ള ലൈറ്റിങ് നമ്മൾ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ പഴയ കെട്ടിട ഭാഗങ്ങൾ നന്നായി പുനരുപയോഗിച്ചാണ് ഈ വീട് തീർത്തിരിക്കുന്നത്. 3ാമത്തെ നിലയിലെ പഴയ ഷീറ്റ് റൂഫ് വീടിന്റെ എലിവേഷന് ഒരു അഭംഗിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് വെർട്ടിക്കലായിട്ടുള്ള പർഗോള കൊടുത്തു. അതിന് മുകളിലേക്ക് ഫ്രെയിം വർക്കിൽ സിമന്റ് ബോർഡ് കൊടുത്തിട്ട് സുന്ദരമാക്കിയാണ് ഈ ഭംഗിയുള്ള എലിവേഷൻ ഉണ്ടാക്കിയത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ള സർക്കുലർ എക്കണോമിയുടെ പ്രിൻസിപ്പിൾസ് അത് ടീം റിപ്പയർ കൊച്ചിയുടെ കോർപ്പറേറ്റ് പർപ്പസിന്റെ ആധാരമാണ്. ഇത് നടപ്പാക്കുന്നത് വഴി നമ്മൾ പ്രകൃതിയിലേക്ക് വരുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുകയും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കുറയ്ക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് കഴിഞ്ഞ വെക്കേഷൻ, ഞങ്ങൾ ദുബായിലാണ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങൾ വന്നപ്പോൾ മോഡിഫൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. പലരെയും കോണ്ടാക്ട് ചെയ്ത കൂട്ടത്തിൽ
എൻ്റെ അളിയൻ ഒരു റിപ്പയർ കൊച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവരെയും കൂടി ഒന്ന് വിളിച്ച് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആർക്കിടെക്ട് ഷ്യാമിൻ്റെ നമ്പർ കിട്ടി, കോണ്ടാക്ട് ചെയ്തു. പുള്ളി അന്ന് തന്നെ വന്നു, കണ്ടു, വീട് മൊത്തത്തിൽ അന്നത്തെ പഴയ വീട് കണ്ടു. കണ്ടതിന് ശേഷം എന്ത് മാറ്റണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പുള്ളി അത് നോക്കിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റ് ഭാഗങ്ങൾ ചെയ്യാം, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം. ഞങ്ങൾ പറഞ്ഞു എൻട്രൻസ് അല്പം മാറ്റണം, കാര്യം കറണ്ട് എൻട്രൻസ് വളരെ ചെറുതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോയതിന് ശേഷം അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്ലാൻസ്, ഇപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റാതെ തന്നെ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം, വീട് നന്നായിരിക്കും, ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഞങ്ങൾ NRIs ആയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഇല്ല. അപ്പം ഇത് റിനോവേഷനുള്ള ഒരു കൺഫർമേഷൻ കൊടുത്ത സമയത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ചോദിച്ചു, നിങ്ങളിവിടെ ഇല്ലാതെ ഇത്രയും വലിയ റിനോവേഷന് പോകേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ വന്നതിന് ശേഷം ചെയ്താൽ പോരെ, നിങ്ങളുടെ മേൽനോട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുമെന്ന്. പക്ഷേ പുള്ളിയുടെ വർക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടു, പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പം വന്ന ഒരു കോൺഫിഡൻസ് എന്നെ ആ ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുപോയായിരുന്നു, നമുക്ക് റിനോവേഷനിലേക്ക് പോകാമെന്ന്. പക്ഷേ ആ ഒരു ഡിസിഷൻ തെറ്റല്ലായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രൂഫാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളി നിർവഹിച്ചായിരുന്നു. കാര്യം ഞങ്ങൾ ദൂരെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയ്യുന്ന വർക്കിലൊന്നും ഒരു ഡൈല്യൂഷനും ഇല്ലായിരുന്നു. എല്ലാം 100% കൺഫേം ചെയ്ത് അതേതായിട്ടുള്ള പ്രോഡക്ട്സും അതേതായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഒരിടത്തും വന്നിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പുള്ളി നമ്മളെടുത്ത് മുഖത്ത് നോക്കി തന്നെ പറയും, സാറേ അത് നടക്കത്തില്ല എന്ന്. അപ്പോൾ അത്രയും അതും നല്ലൊരു പോയിൻ്റ് ആയിരുന്നു. കാര്യം ചിലർ ബിസിനസ് കിട്ടാൻ വേണ്ടി എല്ലാം ചെയ്യാമെന്ന് പറയും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അതല്ലായിരുന്നു. അത് എനിക്കൊരു വളരെ പോസിറ്റീവ് പോയിൻ്റായിട്ട് തോന്നിയായിരുന്നു. പിന്നെ വർക്കിൻ്റെ ഉടനീളമുള്ള ആ ജേണിയിൽ പുള്ളിയുടെ ഓരോ ടീമും വന്നു പോകുന്നതും നല്ല പറയത്തക്ക ഒരു സംഗതിയാണ്. കാര്യം ഞങ്ങളുടെ കോർഡിനേഷൻ്റെ ആവശ്യമില്ല, അവർ തന്നെ അവരുടെ ഇലക്ട്രിക്കലിൻ്റെ ആൾ വരുന്നുണ്ട്. അത് ഇപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ പല മറ്റു തരത്തിലുള്ളത് ചെയ്യുന്നുണ്ട്. പുട്ടിയിടാൻ വേണ്ടി പെയിൻറ്റിങ്ങിൻ്റെ ആൾ വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ അവരുടെ ആളെ കൊണ്ടുവന്നിട്ട് വർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്, റിനോവേഷൻ തുടങ്ങി പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, പലരെയും പലയിടത്തോട്ടും വിടുന്നുണ്ടെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ നന്നായിട്ടാണ് പോയത്. എൻ്റെ അയൽവക്കക്കാർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു, ഇപ്പം നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നിട്ട് തന്നെ ഇത്രയും ടൈം കൊണ്ട് ഇതെല്ലാം തീർത്തല്ലോ എന്ന്. അപ്പം അത് ഞങ്ങളുടെ കഴിവല്ല, യഥാർത്ഥത്തിൽ ടീം റിപ്പയർ കൊച്ചിയുടെ ഒരു കഴിവാണ്. അതവർ നന്നായിട്ട് തന്നെ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം ട്രസ്റ്റ് അല്ലെങ്കിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൺഡ് ട്രസ്റ്റ് എന്നാണ്. ആശ്രയം എന്ന് പറഞ്ഞാൽ ആർജിച്ചെടുക്കുക എന്നാണ് അല്ലേ. അപ്പം റിപ്പയർ കൊച്ചി ആ ഒരു ട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നിന്ന്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു വർക്ക് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ നിർവഹിക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, ഇതായിരുന്നു ഞങ്ങളുടെ പഴയ എൻട്രൻസ്. ഇതായിരുന്നു കാർ പോർച്ച്. ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇതായിരുന്നു നമ്മുടെ എൻട്രൻസ്. ഈ ഭാഗം, ഈ വിൻഡോ ഉള്ള ഭാഗമാണ് നമ്മുടെ എൻട്രൻസ് ആയിരുന്നു. സിറ്റ് ഔട്ട് ഇവിടെയായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ കൂടി ആൾക്കാർ ഇങ്ങനെ നടന്നു വന്നിട്ട് കയറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആരാ വരുന്നതെന്ന് പോലും ദൂരെ നിന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതാണ് നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ ഗേറ്റ് വെച്ചു. നന്നായിട്ട് അത് ചെയ്തേക്കുന്നത്. ഒരു ഗാർഡൻ ഗേറ്റ് വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇതിനകത്ത് ഈ സൈഡിൽ വെജിറ്റബിൾ ഗാർഡൻ ആക്കി തന്നു. ഇവിടെ ഒരു ബേ വിൻഡോ വന്നു. ഈ ബേ വിൻഡോ അലുമിനിയത്തിലാണ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ പർച്ചേസ് സപ്ലയർ ആയിരുന്നു. അത് നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്തത്. എന്നിട്ട് എൻട്രൻസ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് വരുന്നത്.
അപ്പോൾ ഞങ്ങളുടെ എൻട്രൻസ് മാറ്റണമെന്നുള്ള സജഷൻ കാരണം പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഇത് നേരത്തെ ഒരു ചെറിയ ബെഡ്റൂം ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇവിടെ എൻട്രൻസ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്നു. ഇതൊരു സിറ്റ് ഔട്ടായിട്ട് മാറി. എന്നിട്ട് കാർ പോർച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ വഴിയിൽ കൂടെ കാർ പോർച്ച് വന്നായിരുന്നു. ഇതിനകത്തുള്ള ഒരു വേറൊരു ഏറ്റവും പറയാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാർ പോർച്ചാണ്. ഇതൊരു ഫ്രെയിം വർക്കിലാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ആർച്ച് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇത് പ്യൂർലി ആർക്കിടെക്ട് ഷാമിൻ്റെ സജഷനായിരുന്നു. തുടക്കം മുതലേ പുള്ളി പറഞ്ഞു ഇതിനൊരു ഡിഫറെൻറ്റ് ലുക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തൂണുകളൊന്നുമില്ല, മുകളിൽ നിന്നാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മുകളിലുള്ളവർക്ക് ഒരു ബാൽക്കണിയും അതിനകത്ത് ഒരു എയറും ലൈറ്റും കയറുന്ന ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് പുറത്ത് നോക്കുമ്പോഴും നല്ലൊരു വ്യൂ ഉണ്ട്. അതേസമയം സ്പേസ് യൂട്ടിലൈസേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. കാറ് ഒറ്റ ഇതിൽ തന്നെ ഇതിനകത്ത് നമുക്ക് കയറ്റാനും ഇറങ്ങി തിരിച്ചു പോകാനും നമുക്ക് സാധിക്കും. മറ്റേനേക്കാളും വളരെ കൺവീനിയൻ്റ് ആണ് ഇവിടെ. പിന്നെ ഫ്യൂച്ചറിൻ്റെ ഇതനുസരിച്ച് വരാൻ വേണ്ടി അവരിവിടെ കാറ് ഇലക്ട്രിക് കാറിലോട്ടോ മറ്റേതിലോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ എന്ത് വേണമെന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അവരുടെ ഈ റിനോവേഷൻ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു റിനോവേഷൻ്റെ ഒരു ആവശ്യം വരത്തില്ല ഇതിന്. ആ രീതിയിലാണ് പുള്ളി ഇതിനെ ഡിസൈൻ ചെയ്തു തന്നത്. തുടർന്ന് ഞങ്ങൾക്ക് തന്ന ഒരു എസ്റ്റിമേറ്റും ഒരു ഡ്രോയിങ്ങും തന്നായിരുന്നു. അപ്പോൾ ആ എസ്റ്റിമേറ്റും ഡ്രോയിങ്ങും ഡിസൈനറിൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ വെച്ചിട്ടാണ് തന്നത്. അപ്പം ഞങ്ങളുടെ വ്യൂ പോയിൻറ്റ് ഞങ്ങൾ ഷെയർ ചെയ്തു. ഗൂഗിൾ ചാറ്റിൽ വന്നു, ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് എത്തിയായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കൊടുത്ത സജഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവസാനം ഫൈനലൈസ് ചെയ്തു. ഡ്രോയിങ് ഫൈനലൈസ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു 3D പിക്ചർ അയച്ചു തന്നു. അത് ഞങ്ങൾ ഓക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നായിരുന്നു. അപ്പോൾ കൊട്ടേഷൻ തന്നപ്പോൾ കൊട്ടേഷനിൽ തന്ന ഭാഗങ്ങൾ ഞങ്ങൾ നോക്കിയപ്പം അത് ഞങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമായിരുന്നു. ചില പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും ഡിസൈൻസും ഒക്കെ. അപ്പോൾ അത് ഞങ്ങളുടെ സജഷൻ കൊടുത്തപ്പം അവരത് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊട്ടേഷൻ റിവൈസ് ചെയ്തു. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോകുന്നത് ജൂലൈയിലാണ്. അതുകൊണ്ട് ഒക്ടോബറിലാണ് വർക്ക് സ്റ്റാർട്ടാകുന്നത്. വർക്ക് സ്റ്റാർട്ടായി. വർക്കിൻ്റെ ഏറ്റവും പോസിറ്റീവ് ഭാഗം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെയ്ബേഴ്സിനൊന്നും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. കാര്യം ഇത് അടുത്തടുത്ത് വീടുള്ള ഭാഗമാണ്. ഒരുപാട് ഇടിച്ചു പൊളിക്കലുണ്ടായിരുന്നു. പക്ഷേ നെയ്ബേഴ്സിനൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വളരെ നന്നായിട്ടാണ് ഇത് ഡെമോളിഷിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ആയി. അപ്പം ഇതിനകത്തുള്ള ഇവരുടെ ടീമിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോർഡിനേഷനാണ്. ഇപ്പം ഇതിനകത്ത് വന്ന വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി അപ്പം തന്നെ ടീം വന്നു. അത് പിക്കപ്പിൽ അവർ സാധനങ്ങൾ കൊണ്ടുപോയി ക്ലിയർ ചെയ്തു. അടുത്ത വർക്കിനുള്ള അടുത്ത ടീം വരുന്നു. അപ്പം വർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ആകുന്നില്ല. നമുക്ക് കണ്ടിന്യൂസ് അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. വീക്ക്ലി അപ്ഡേഷനും ഡെയിലി അപ്ഡേഷനും വരുന്നുണ്ട് വിത്ത് പിക്ചേഴ്സ് എന്താ നടക്കുന്നതെന്ന് നമുക്കത് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും എൻ്റെ സാനിറ്ററി കാര്യങ്ങളും ടൈൽസൊക്കെ എടുക്കാൻ വേണ്ടി ഡിസംബറിലൊന്ന് വന്നായിരുന്നു. അപ്പോൾ നമുക്കത് കറക്റ്റ് വീണ്ടും ശ്യാം സാറും ടീമും വന്നു. നമ്മളടുത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. നമുക്ക് സജസ്റ്റ് ചെയ്തു ഇന്ന കാര്യങ്ങൾ ഓക്കെയാണ്, അല്ല ഇന്ന പ്രോഡക്ട്സ് എടുക്കുന്നത് നല്ലതായിരിക്കുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വിസിറ്റ് ചെയ്തു. ഞങ്ങളുടെ സജഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോയി സാധനങ്ങളുടെ പ്രൊക്യൂർമെൻറ്റും വർക്കും. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളൊരു അലുമിനിയം വിൻഡോ വേണമെന്ന് പറഞ്ഞു, ഒരു ബേ വിൻഡോ. അപ്പം അതും അവർ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ ഒരു എക്സ്റ്റേണൽ പാർട്ടിയായിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടു. അവരുമായിട്ട് ഇവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ടീം വളരെ ഫ്ലെക്സിബിൾ കൂടിയാണ്. ഇപ്പം മറ്റൊരു സപ്ലയറുമായിട്ട് ഡീൽ ചെയ്യുന്നതും അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് അത് സാധനം കൊണ്ടുവന്നത്. അങ്ങനെ വർക്ക് നന്നായിട്ട് മുന്നോട്ട് പോയി. ബൈ ഏപ്രിൽ ആയപ്പം കംപ്ലീറ്റ് ആയിരുന്നു. ഇതിന് പിന്നെ പെയിൻറ്റിങ്ങും ഫിനിഷിങ് വർക്കുമാണ് വന്നത്. അപ്പം വളരെ നന്നായിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്ത് ഫിനിഷായത്. ഇപ്പം ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾക്ക് വന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും തെറ്റായിട്ടുള്ള സ്ഥാനത്തായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാം വളരെ കറക്റ്റായിട്ടുള്ള പൊസിഷനിങ് ആണ്. ഇപ്പം ലൈറ്റ് ആണെങ്കിലും വെള്ളത്തിൻ്റെ പൈപ്പാണെങ്കിലും സ്വിച്ചസ് ആണെങ്കിലും എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. അപ്പം നമ്മളൊരു പുതിയ വീട് എങ്ങനെയായിരിക്കും ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്ന എൻട്രൻസ് മാറ്റി ഫുള്ളി തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പോർച്ചും ഗാർഡനിങ്ങും ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഗുഡ് ഫീലാണ്.
ഇതിനകത്ത് വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പരമാവധി അവർ കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തത്. നല്ല നല്ല തടിയും കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ അവർ പോളിഷ് ചെയ്യുകയും പെയിൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് റീയൂസും ചെയ്തായിരുന്നു. അപ്പം ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അപ്രോച്ചുമാണ്, അതേസമയം കോസ്റ്റ് എഫക്റ്റീവാണ്, റിനോവേഷനുമാണ്, പുതിയൊരു വീടിൻ്റെ ഫീലും ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ വേറൊരു പുതിയ വീടുണ്ടാക്കേണ്ട ആവശ്യം, റിനോവേഷൻ ചെയ്താൽ പോരെ എന്നുള്ള പുള്ളിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനുള്ള കറക്റ്റ് ആൻസർ തന്നെയാണ് പുള്ളിയുടെ വർക്ക്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട് ആയിരുന്നു ഇതിൻ്റെ ഒരു ഹാഫ് വരെ, അത് കഴിഞ്ഞിട്ട് ഒറ്റ ഹോളായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു മെയിൻ എൻട്രൻസ്. അപ്പോൾ അത് മാറി ഇതിപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ആയി, ഫ്രണ്ട് അങ്ങോട്ടായി. അപ്പോൾ ഇവിടുന്ന് പക്ഷേ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം എക്സ്ട്രാ വന്നു. അവിടെ ഉണ്ടായിരുന്ന കിഡ്സ് ബെഡ്റൂം ചേഞ്ച് ചെയ്ത് സിറ്റിംഗ് റൂം ആവുകയാണ് ചെയ്തത്. അപ്പോൾ ടോട്ടലി വീടിന് ഭയങ്കര ചേഞ്ച് വന്നു. പിന്നെ ആർക്കിടെക്ട് ഷാമിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസൈനായിരുന്നു ഈ സ്റ്റേ കേസ് ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും വളരെ ഭംഗിയായിട്ട് ഒരു എലിഗൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹാളിലിരിക്കുമ്പോൾ സ്റ്റേ കേസിൻ്റെ വർക്കും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടോട്ടലി ഇതിനൊരു എലിഗൻസ് വന്നു ആ സ്റ്റേ കേസ് വർക്കും കൂടെ വന്നപ്പോൾ. നമുക്ക് പിന്നെ അതുപോലെ ഈ എൽഡർലി ഫ്രണ്ട്ലി ആയിട്ടെന്നുള്ള ഒരു അപ്രോച്ചിൽ നമ്മൾ വാഷ്റൂംസിലും സ്റ്റേ കേസിലും എല്ലാം സെൻസർ ലൈറ്റ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ നമ്മൾ ഇടണ്ട, അകത്തേക്ക് കയറുമ്പോൾ തന്നെ സെൻസർ ലൈറ്റ്സ് വേണം എന്നുള്ളത്. അപ്പോൾ അത് പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര നന്നായി വരും എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ അതും വളരെ ഒരു യൂസർ ഫ്രണ്ട്ലിയും എൽഡർലി ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് ചെയ്തു. നമ്മളിവിടുന്ന് അതുപോലെ സ്റ്റേ കേസ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഒരു മെസനൈൻ ഫ്ലോർ പോലെയുണ്ട്. ആ ഒരു റൂം നമ്മൾ ആക്ച്വലി താഴത്തെ ഭാഗം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, മുകളിൽ റെൻ്റലിൽ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ആ റൂം അവർക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂം ഹോൾ കിച്ചണാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഞങ്ങൾ വെളിയിലായതുകൊണ്ട് വരുമ്പോൾ താമസിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു അഡീഷണൽ റൂമും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം വളരെ ഭംഗിയായിട്ട് അത് ഇതിനോട് ചേർത്ത് ഇങ്ങനെ ഒരു സ്റ്റേ കേസ് ആക്കി നമ്മളുടെ ഇതിനോട് അറ്റാച്ച് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇത് നമുക്കൊരു 3 ബെഡ്റൂം ഹൗസ് ആയി. താഴെ തന്നെ ഒരു ബെഡ്റൂം മെസനൈൻ ഫ്ലോറിലാണ്. അപ്പോൾ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് കുറച്ചൊരു പ്രൈവസി ഏരിയ പോലെ, പക്ഷേ ഒരു ബെഡ്റൂം വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് അഡീഷണലായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് വളരെ സഫീഷ്യൻ്റ് ആണ്. ആവശ്യത്തിനുള്ള സ്പേസും റൂംസും ഒരു ഗസ്റ്റ് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ താഴെ തന്നെ ആയി. മുകളിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ വേറെ ഏരിയ അതങ്ങനെ തന്നെ ഇട്ടിട്ടുമുണ്ട്. ഇത് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സ്ട്രെസ്സായിരുന്നു. നമ്മുടെ കിച്ചൺ സാമാന്യം നന്നായിട്ടാണ് ഉണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ അത് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ അതിന് ഒത്തിരി ചേഞ്ചസ് വരുമോ ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ നന്നായിട്ട് വന്നു. നേരത്തെക്കാളും നന്നായിട്ട് തന്നെ അറേഞ്ചായി വന്നു. ആക്ച്വലി ഈ സൈഡിലും ആയിരുന്നു ഞങ്ങളുടെ പാതകവും ഷെൽഫ്സും എല്ലാം വന്നിരുന്നത്. അപ്പോൾ പക്ഷേ ഇവിടുന്നായിരുന്നു ഡോറ് അങ്ങോട്ട്. അപ്പോൾ ആ ഡോറ് എടുത്ത് ചേഞ്ച് ചെയ്ത് ഈ സൈഡിലേക്ക് വെച്ചു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഷെൽഫ്സ് മൊത്തം പോവും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു, അത്രയും ഷെൽഫ്സ് പോവും, എൻ്റെ ഈ വർക്കിംഗ് ഏരിയ കുറയും എന്നുള്ളത്. അപ്പോൾ അത് പക്ഷേ കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം കംപ്ലീറ്റ് ഇപ്പുറത്തേക്കാക്കി സെറ്റ് ചെയ്ത് തന്നു. ഇവിടെ താഴെ പാതകവും ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള പാതകവും വന്നു. ഒരു എക്സ്ട്രാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ 2 പേരും മാത്രമൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച്മെൻറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നു. അതുകൊണ്ട് ഇപ്പോൾ ടോട്ടലി നേരത്തെക്കാളും നന്നായിട്ട് തന്നെ കിച്ചൺ വന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു റിനോവേഷൻ കൺസെപ്റ്റ് അല്ല, എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നുള്ളത് അത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് താങ്ക് യു വെരി മച്ച് RepairKochi. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഹോമാക്കി തന്നു. താങ്ക് യു RepairKochi. താങ്ക് യു. പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്കുള്ള എവല്യൂഷൻ ഓഫ് പ്ലാൻ അതെങ്ങനെയാണെന്ന് നോക്കാം. പഴയ വീട്ടിൽ നമുക്കുണ്ടായിരുന്ന ആവശ്യങ്ങൾ എന്തെല്ലാമാണോ എന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. നേരത്തെ ഡ്രോയിങ് റൂമും ഡൈനിങ് റൂമും ഒറ്റ ഹോളായിട്ട് കിടന്നതുകൊണ്ട് ഒരു പ്രൈവസിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. തീരെ ചെറിയ സിറ്റ് ഔട്ട് ആയിരുന്നതുകൊണ്ട് തന്നെ കസേര ഇട്ടിട്ടോ അല്ലാതെയോ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. താഴത്തെ നിലയിലെ വീടിന് ആകെ 2 ബെഡ്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ തന്നെ ചെറുതും ആകെ ഒരു കോമൺ ടോയ്ലറ്റ് മാത്രം ഉള്ളതുമായിരുന്നു. മാറ്റങ്ങൾ പറയണതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഫ്ലോറിലത്തെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. മുകൾ നിലയിലെ വീട്ടിലേക്കുള്ള വഴി കാർ പോർച്ചിന്റെ മുകളിലെ മുറിയിൽ കൂടി ആയിരുന്നു. പക്ഷേ പോർച്ചിന് പൊക്കക്കുറവായിരുന്നേ. അതുകൊണ്ട് ഈ മുറിക്കകത്ത് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം പൊക്കം കുറഞ്ഞ പോർച്ചിന്റെ ലെവലിൽ നിന്ന്
ഫസ്റ്റ് ഫ്ലോറിലത്തെ ലെവലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ മുറി വെറുതെ ചെരുപ്പ് ഊരിടാനും മറ്റുമൊക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നല്ലാണ്ട് പ്രാക്ടിക്കലി ഇതൊരു ഉപയോഗശൂന്യമായ മുറിയായിരുന്നു. സിറ്റ് ഔട്ടിന് മുകളിലത്തെ സ്ഥലം അതൊരു ബാൽക്കണി എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇതും ഉപയോഗിക്കാണ്ട് പൊടി പിടിച്ച് വെറുതെ കിടക്കുകയായിരുന്നു. ഒന്നാമത്തെ നിലയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിസ്തരിക്കണമില്ല. പക്ഷെ മുകളിലേക്കുള്ള എൻട്രൻസ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വീട്ടിൽ വരുത്തിയ മാറ്റങ്ങൾ, പൊട്ടൻഷ്യൽ ചേഞ്ചസ് അതെന്തെല്ലാമാണെന്ന് നോക്കാം. പഴയ മെയിൻ എൻട്രൻസ് എടുത്ത് ധാരാളം മുറ്റമുള്ള ഭാഗത്തേക്ക് മാറ്റി നല്ല ഒരു വലിയ സിറ്റ് ഔട്ട് അവിടെ പുതിയതായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് ഒരു എക്സ്റ്റേണൽ കോർട്ട്യാർഡും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സിറ്റ് ഔട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ആയിട്ട് മാറിയില്ലേ. പഴയ ചെറിയ ബെഡ്റൂമിനെ ഡ്രോയിങ് റൂം ആയിട്ടാണ് നമ്മൾ മാറ്റിയത്. അത് കഴിഞ്ഞപ്പോൾ ആ പ്രൈവസിയുടെ പ്രശ്നങ്ങൾ മൊത്തമായിട്ട് മാറി കിട്ടി. അപ്പോൾ ഒരു ബെഡ്റൂം പോയിട്ടുണ്ട്. അതിന് പകരമായിട്ട് പഴയ ഡൈനിങ് റൂമിലെ ഒരു ഭാഗം വലിയൊരു ബെഡ്റൂം ആക്കി മാറ്റി അതിന് ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആക്കിയിട്ട് കിട്ടാനായിട്ട് പഴയ ചെറിയ ബെഡ്റൂമിനകത്ത് നിന്ന് ഒരു ഭാഗം വിഭജിച്ചങ്ങ് കിട്ടും. അവിടെ ഉണ്ടായിരുന്ന പഴയ കുഞ്ഞു ബെഡ്റൂം ഉണ്ടല്ലോ, അതിന് ധാരാളം മുറ്റുള്ള ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് അങ്ങോട്ട് വലുതാക്കി. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലിയ മുറിയായിട്ട് മാറി. പഴയ കോമൺ ടോയ്ലറ്റിന്റെ ഡോറ് ഈ മുറിയിലേക്ക് മാറ്റി വെച്ചതോടുകൂടി ആ മുറിക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കിട്ടിയില്ലേ. മൂന്നാമത്തെ ബെഡ്റൂം അത് കാർപോർച്ചിന് മുകളിലെ മെസനൈൻ ലെവലിലാണ് ഉള്ളത്. അവിടേക്ക് ഇപ്പൊ ഒരു സ്റ്റെയർ കേസ് ഇല്ല. പഴയ സ്റ്റെയർ കേസ് ഫസ്റ്റ് ഫ്ലോറിലേക്കാ, അത് അങ്ങോട്ട് പൊട്ടിച്ചളഞ്ഞു. പുതിയ സ്റ്റെയർ കേസ് ഒരു ഷേപ്പിൽ നന്നാക്കിയിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ വാതില് അത് കറക്റ്റായിട്ട് ലിവിംഗ് റൂമിൽ നിന്ന് നല്ല കണക്ട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി വെക്കാൻ പറ്റി. പഴയ ചെറിയ സിറ്റ് ഔട്ടും കൂടി ലിവിംഗ് റൂമിനോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ലിവിംഗ് റൂം നല്ല വലുതായിട്ട് മാറുകയും ചെയ്തു. മുകളിലത്തെ നിലയിലെ വീട്ടില് ഉപയോഗമില്ലാതെ കിടന്ന ഒരു മുറിയാണ് നമ്മൾ താഴത്തെ നിലയിലത്തെ വീട്ടിലൊരു ബെഡ്റൂം ആക്കിയിട്ട് മാറ്റി. അതിനൊരു ടോയ്ലറ്റ് വേണമല്ലോ. അത് നേരത്തെ അവിടെ ഉപയോഗമില്ലാണ്ട് കിടന്നിരുന്ന ഒരു ബാൽക്കണി ഇല്ലേ, അതിനെടുത്ത് ടോയ്ലറ്റ് ആക്കിയാൽ പോരെ. അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പ് വേണം. അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്തെ വീട്ടിൽ നേരത്തെ 2 ബെഡ്റൂം ആയിരുന്നു, ഇപ്പൊ അത് 3 ബെഡ്റൂമുള്ള ധാരാളം മുറ്റമുള്ള പ്രൈവസി ഉള്ള ഒരു സുന്ദരമായ വീടായിട്ട് മാറിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം അവിടെ ഉണ്ടായിരുന്ന അവൈലബിൾ റിസോഴ്സസിനെ കൃത്യമായിട്ട് അതാത് സ്ഥലത്തേക്ക് വെച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി വീടിന് എങ്ങനെയാണ് യുണീക്നെസ് കൊണ്ടുവരുന്നത് നോക്കാം. വീടിന് യുണീക്നെസ് കൊണ്ടുവരുന്ന ധാരാളം എലമെന്റ്സ് ഈ വീട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാർപോർച്ച് തന്നെയാണ്. ഇത് ശരിക്കും വ്യത്യസ്തമല്ലേ, കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ സാധാരണ റൗണ്ട് പൈപ്പിനെ ബെൻഡ് ചെയ്തെടുത്തിട്ട് വലിയ ഡെപ്ത് ഉള്ള ഡ്രസ്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 1.5 അടി 2 അടിയൊക്കെ ഡ്രസ്സിന്റെ ഡെപ്ത് കൊടുക്കാറ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 2.5 മീറ്റർ ഒക്കെ. അതുകൊണ്ട് തന്നെ തൂണുകളില്ലാതെ കാൻഡിലിവർ ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റി. ഈ ഓപ്പണിങ്സും സ്റ്റോൺ കോട്ടഡ് ഷീറ്റും ഒക്കെ കൊടുത്തത് ആ യുണീക്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോർട്ട്യാർഡ്, പർഗോള റൂഫ്, സ്റ്റെയർ റെയിലിലെ വർക്ക്, ഈ എലമെന്റ്സ് എല്ലാം തന്നെ വേറെ എങ്ങും കാണില്ല. അങ്ങനെയാണ് നമ്മൾ യുണീക്നെസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഡിസൈൻ കൊണ്ട് യുണീക്കാണ്, പക്ഷെ ഒന്നും തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമല്ല. ഇനി സർവീസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കല്, പ്ലംബിങ്, ലൈറ്റിങ്, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറയട്ടെ. പുനരുപയോഗം ചെയ്യാവുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് റീയൂസ് ചെയ്തിട്ടുണ്ട്. അടുക്കളയുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ പണ്ടുണ്ടായിരുന്ന അതേ ക്യാബിനറ്റ്സിന്റെ അതേ ഷേപ്പിലുള്ള ക്യാബിനറ്റ്സ് ആണ് ബാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പഴയ ക്യാബിനറ്റും കിട്ടി, അതേ ഷേപ്പിലുള്ള പുതിയ ക്യാബിനറ്റ്സ് ഉണ്ടാക്കിയത് കൊണ്ട് അടുക്കളയ്ക്ക് സൗകര്യം വളരെ കൂടുകയും ചെയ്തു. പിന്നെ നമ്മുടെ കസ്റ്റമർ NRI ആണ്, അദ്ദേഹം സ്ഥലത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ വരാത്ത രീതിയിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് കൊടുക്കുകയും നിത്യനിദാന കാര്യങ്ങൾക്ക് എന്നെ ശല്യം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് കസ്റ്റമർ ഹാപ്പിനെസ് എന്ന ആത്യന്തികമായ ലക്ഷ്യം ടീം റിപ്പയർ കൊച്ചിക്ക് നേടിത്തന്ന എല്ലാ ടീം മെമ്പേഴ്സിനും നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണ്ടേ, അത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിച്ച് അങ്ങനെ ഒരു ടീമിനെ ട്രെയിൻ ചെയ്തു തന്ന നമ്മുടെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഉണ്ട്, പ്രോഗ്രസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവർക്ക് നന്ദി പറയാനും കൂടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആർക്കിടെക്ട് ശ്യാമാണ്. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളം, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളിലുണ്ട്. ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിൽ വലിയ താമസമില്ലാതെ വരുമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്.